ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ പുറകുവശത്ത് പോയപ്പോൾ ഒരു വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി ഉണ്ണിത്തണ്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ വാഴ വെട്ടി അതിന് ഉണ്ണിത്തണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ നോക്കുമ്പോൾ നമ്മുടെ വിരലിൻ്റെ അത്ര വണ്ണേ ഉള്ളൂ. നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമുക്കത് പീസ് പീസ് ആക്കാനുണ്ടായിരിക്കും. പക്ഷേ ഇത് വട്ടത്തിൽ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതാക്കാനിനി ഇല്ല. അപ്പോൾ ഞാനത് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. പക്ഷേ ഇനിയും പൊളിച്ച് കഴിഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഉണ്ണിത്തണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഉണ്ണിത്തണ്ടൊന്നും തോന്നുന്നു, ഒരു തൊലി പോലുള്ള എന്തോ ഒരു സംഭവം. പക്ഷെ ഞാനത് കഴുകി എടുത്ത് പിന്നെ കുക്കറിൽ കുറച്ച് പയർ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തിട്ടില്ല. ഇതും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിസിലും കൂടി അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് വേവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചു. അത് വേവുന്ന സമയത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, അത് വറുത്തിടാനായിട്ട് ഇവിടെ ഞാൻ പച്ചമുളകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. അത് കഴുകി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഉണ്ണിത്തണ്ടും അതുപോലെ തന്നെ പയറും ഒന്നുകൂടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ പച്ചമണം കൂടി പോകാൻ വേണ്ടി ഒന്നുകൂടി ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായി. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ണിത്തണ്ടും അതുപോലെ ഉണക്കപ്പയറും വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതടുപ്പത്തായപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തു. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ കയ്പ്പയ്ക്ക വറുത്തരച്ച കറിയും പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാബേജ് ഉപ്പേരിയിൽ അമ്മ എന്തായിരുന്നു ഉഴുന്നും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാബേജ് ഉപ്പേരിൽ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ട് അതൊന്ന് പറയാൻ കാരണം, ആ ഉണ്ണിത്തണ്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ, അത് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ണിത്തണ്ടായിട്ട് അത് തോന്നി. അപ്പോൾ കുറച്ച് അച്ചാറും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ വിഭവം. എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി.